ഹലോ, അങ്ങനെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉത്രാട ദിനത്തിലെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇന്നത്തെ ഓണത്തിൻ്റെ കുറച്ച് വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ടാ. അപ്പോൾ രാവിലെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അഡ്ഡാറ് മഴയായിരുന്നു അന്നത്തെ ദിവസം. എനിക്ക് തോന്നുന്നു ഈ കൊല്ലം നമ്മളത്രയേറെ പേടിപ്പെടുത്തുന്ന പോലെ തന്നെയാണ് ഒരു മഴ വന്നിട്ടുണ്ടായിരുന്നു. ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വശത്ത് ഭയങ്കര ഭീകരതയായിരുന്നു. പുഴയിലൊക്കെ വെള്ളം അതുപോലെ ആദ്യമേ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും രാവിലെ ഈ പറയണ പോലെ ഓണാഘോഷം എന്ന രീതിയിൽ ചെറിയ തോതിലെങ്കിലും മഴയായതുകൊണ്ട് വലിയ മൂടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോസ് ഒന്നും ഒരുപാട് എടുക്കാനും ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സൊക്കെ കിട്ടി ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് എത്തിയിട്ടാ. അപ്പോൾ പുറത്തും ഭയങ്കര എന്താ പറയുക വെയിലും കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്കൊരു വീഡിയോക്കൊക്കെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ പുറത്തു പോയി കുറച്ച് 2-3 വീഡിയോസൊക്കെ സെറ്റ് ചെയ്തു. പിന്നെന്താണ് ഇപ്പം തന്നെ ഉണ്ട് ഭയങ്കര ഇരുട്ട് കെട്ടി മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എവിടെയും ഒന്നും എന്താ പറയണ്ട എവിടെ അടങ്ങി ഒരുങ്ങിയിരിക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ പ്രശാന്ത് ഹോട്ടലിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണസദ്യ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി അപ്പുറത്തെ ഷോപ്പിലെ ചേച്ചിമാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് പോയി കഴിച്ചു. അപ്പോൾ തിരിച്ച് വരുമ്പം നവരത്ന ഗോൾഡിൽ പുതിയ ഒരു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജ്വല്ലറി. അപ്പോൾ അവിടെ മുന്നിൽ മാവേലി ഉണ്ടായിരുന്നു. മാവേലിന് ദൂരത്തുനിന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ മാവേലി ഞങ്ങളെ വിളിച്ചു വിട്ടാ വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് പോയി ഞങ്ങൾക്ക് അവിടെ നിന്ന് മുട്ടായിയൊക്കെ തന്നു. എന്നിട്ട് പറയാണ് എന്ത് നേരത്തെ വന്നില്ല, പായസമൊക്കെ ഉണ്ടായിരുന്നു, പായസം തീർന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളെന്തായാലും ഓണസദ്യയൊക്കെ കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കൈയൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങ് വന്നു. പിന്നെ ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ കേട്ടോ. ഓണമായിട്ട് ഇന്നെടുത്ത വീഡിയോ ആണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെന്താ പറയുക ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ഒത്തിരി ഒന്നും വേണ്ട. പിള്ളേർക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു താഴെ ആൻറ്റീൻ്റെ അടുത്താണ് കേട്ടോ. നമുക്ക് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഓണസദ്യ ഉണ്ടാവാറ്. അപ്പോൾ അവിടുന്ന് താഴോട്ട് പോയപ്പോൾ അവരൊക്കെ അപ്പാപ്പനും പിള്ളേരൊക്കെ കൂടിയിട്ട് പൂക്കൾ ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാനെന്തായാലും പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കക്കിരിക്ക അരിയാന്ന് വെച്ചു. അപ്പോൾ അതിനിടയിൽ അമ്മമ്മ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത ശേഷം അപ്പത്തിന് ആൻറ്റി അവിയലിനുള്ള സാധനങ്ങളൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ അപ്പത്തിന് ഞാനും മുറിച്ചെല്ലാം റെഡിയാക്കി. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള അതിനിടയിൽ ആൻറ്റി ഒരുവിധമൊക്കെ ചെയ്തിട്ടാ. അപ്പോൾ പരിപ്പ് ഉണ്ടായിരുന്നു പ്രഥമൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് വറുത്തുകൊണ്ടിരിക്കുകയാണ് നെയ്യിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത ശേഷം ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നു. അപ്പോഴത്തേനും ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ കഴിച്ചു വിട്ടു. അപ്പോൾ ആദ്യം വിളമ്പി കഴിഞ്ഞപ്പോൾ എടുക്കാൻ മറന്നുപോയേ. തിന്ന് പകുതിയായപ്പോൾ വീഡിയോ എടുത്തേട്ടാ. അപ്പം എന്താ പറയുക ഞങ്ങൾ ഇങ്ങോട്ട് നോൺ വെജും സദ്യയിലുണ്ടാവും കേട്ടോ. അത് ചിലവരൊക്കെ പറയും എന്താണ് സദ്യ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ ചിക്കനും അങ്ങനെയൊക്കെ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നങ്ങളാണ്. ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഫുഡും കഴിച്ച് കഴിഞ്ഞ് ഞാനും മുന്നോട്ടിനും മോളും എല്ലാവരും കൂടി ഞങ്ങൾക്ക് എന്തായാലും വീട്ടിലോട്ട് പോകണമല്ലോ. ഞങ്ങളെന്തായാലും ഒരുങ്ങി നിൽക്കുകയെന്ന്. അപ്പോൾ അവൻ എന്തായാലും പുതിയ കുപ്പായാന്ന് ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചടാ. അപ്പോൾ അവന് തൊപ്പിയിലെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കാലം കൊണ്ട് എൻ്റെ പുറകെ നടക്കുക. ഞാൻ അങ്ങനെ അത് മേടിച്ചു കൊടുക്കാറില്ല. എപ്പോഴും തലയിലിട്ട് വേർത്തിട്ട് ജലദോഷം വരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ. ഇനിയുള്ള വീഡിയോസൊക്കെ അടുത്ത ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം.